നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കേട്ടോ നമ്മുടെ തേൻ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നത് വഴി ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് കഴിക്കുന്നത് വഴി നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ നെല്ലിക്ക വാങ്ങിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് നെല്ലിക്ക വാങ്ങിയിട്ട് നന്നായി വാഷ് ചെയ്ത ശേഷം നമ്മളൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട, നമ്മൾ ഇഡലിത്തട്ടിലൊക്കെ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ അതൊന്ന് വിണ്ട് വരുന്ന, അതായത് അത് വെന്ത് ഒന്ന് വിണ്ട് വരുമല്ലോ, ആ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം വെള്ളം നനവ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിയെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള തേൻ വേണം, എന്നാലേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ല ടൈറ്റായിട്ടുള്ള എയർ ടൈറ്റായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കണ്ടെയ്നറോ കുപ്പിയോ എന്തെങ്കിലും എടുത്ത ശേഷം ആദ്യം നെല്ലിക്ക ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പ്യുവറായിട്ടുള്ള തേന് ഈ നെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറഞ്ഞതൊരു 40 ദിവസം കഴിഞ്ഞാലേ നമുക്കത് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരിത് കിട്ടത്തുള്ളൂ. കാര്യം അത് കഴിഞ്ഞ് ഉപയോഗിച്ചാലേ അതിൻ്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ സൂപ്പറാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ നെല്ലിക്കയുടെ കയർപ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുമാണ്. അപ്പോൾ ദിവസം ഒരെണ്ണം വീതം വെച്ച് കഴിച്ചാൽ മതി.